കോട്ടയം പരിപ്പ് 900-ൽ വൻ വെള്ളക്കെട്ട്, നിരവധി വീടുകളിൽ വെള്ളം കയറി. 100 ഏക്കറിലധികം നെൽകൃഷിയും വെള്ളത്തിലായിട്ടുണ്ട്. വിതച്ച ദിവസങ്ങൾ മാത്രമായ പാടശേഖരങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. അഖിൽ കെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, ഈ പരിപ്പ് 900-ലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എവിടെയാണ് ആളുകൾക്ക് നടന്നു പോകാനുള്ള ഇടം, എവിടെയാണ് പാടശേഖരം എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ വീടുകളിലേക്കൊക്കെ വെള്ളം ഒഴുകി കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഇപ്പോഴും മഴ തുടരുകയുമാണ് അവിടെ, അല്ലേ? ഒരു അല്പസമയം മുമ്പ് വരെ ശക്തമായ മഴ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് തോർന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇപ്പോഴും അന്തരീക്ഷം മുടിക്കെട്ടി തന്നെ നിൽക്കുകയാണ്. അതായത് ഇവിടെ എൻ്റെ വലതുവശം തോടും ഇടതുവശം പാടശേഖരവുമാണ്. അതിന് നടുക്കിലാണ് റോഡും സമീപത്തായി വീടുകളും ഉള്ളത്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് വശങ്ങളിലേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കുത്തി ഒലിച്ച് കയറിപ്പോകുന്നത് കാണാൻ സാധിക്കും. ഏകദേശം വീടുകളുടെയൊക്കെ പകുതിയോളം വെള്ളക്കെട്ടാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത്രത്തോളം വെള്ളം കയറി. ഈ വീടിനുള്ളിലൊക്കെ ആളുകൾ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിൽ സാധനങ്ങൾക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു, അവർക്ക് കല്ല് കയറ്റി വെച്ച് പോയിട്ടുണ്ടാവും. പക്ഷേ അതിനുശേഷവും വീണ്ടും വെള്ളത്തിന്റെ നിരപ്പ് ഉയർന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന കാര്യത്തിലാണ് 31-ലധികം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്, 31-ലധികം വീടുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള ആ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറി എന്നുള്ളതാണ്. ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നെൽകൃഷിയാണ്. ഇവിടെ പ്രധാനമായും നെൽകൃഷി ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഈ തോടിന്റെ പരിപ്പ് 900 തോടിന്റെ ഇരു കരകളിലുമായി ഏകദേശം 300 ഏക്കർ, ഒന്നും രണ്ടുമല്ല 300 ഏക്കറിലധികം നെല്ല് വിതച്ചിരുന്നു. ആ നെല്ല് വിതച്ച നെല്ലെല്ലാം പോയി എന്നുള്ളതാണ്. കാരണം മൊത്തം വെള്ളം കയറി നശിച്ചു പോയി എന്നുള്ള 300 ഏക്കറോളം വരുന്ന നെൽകൃഷി നശിച്ചു പോയിരിക്കുന്നതാണ്. 3 ദിവസം നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാടശേഖരത്ത് ഒരു 3 ദിവസം മുൻപ് നെല്ല് വിതച്ചതായിരുന്നു. ആ നെല്ല് മുളച്ചു തുടങ്ങുന്ന 3 ദിവസം മാത്രം ആയിരുന്ന നെല്ല് വിതച്ച പാടശേഖരമാണ് ഇപ്പോൾ പൂർണ്ണമായും വെള്ളം മാത്രമായി മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോക്കുന്ന. ഈ തോടിന്റെ മറുകരയിൽ 235 ഏക്കറിലധികം വരുന്ന സ്ഥലത്തും നെല്ല് വിതച്ചിരുന്നു. അത് ഏകദേശം 20 ദിവസമായി മുള പൊട്ടി തുടങ്ങിയതാണെന്നാണ്. നമുക്ക് എന്തായാലും കർഷകർ ചേരുന്നുണ്ട്. ചേട്ടാ, വലിയ നാശനഷ്ടമല്ലേ നമുക്ക് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്? 126 ഏക്കർ വിസ്തൃതിയുള്ള ഒരു പാടശേഖരമാണ്. ജൈമനം പഞ്ചായത്തിൻ്റെ 18-ാം വാർഡിൽപ്പെട്ട പാടശേഖരമാണ്. ഇത് വിതച്ചിട്ട് 4 ദിവസം പ്രായമായി. ഇന്നലെ ഉച്ചയ്ക്കോടുകൂടി ഒരു മട വീണു. ഇന്നിപ്പോൾ രാവിലെ പോകുമ്പോൾ ഒത്തു മൊത്തം പോയി. ഇതിലിപ്പോ എത്ര ദിവസമായി നമ്മൾ ഇവിടെ വെച്ചിട്ട് 126 ഏക്കർ വിതച്ചിട്ട് ഇപ്പം 4 ദിവസമായി. ഇതിന് തൊട്ട് മറുകരയിൽ ചേട്ടൻ വിതച്ചിട്ടില്ല. അവിടെ എത്ര ഏക്കർ മൊത്തം? അവിടെ 22 ദിവസമായി വിതച്ചിട്ട്. അവിടെ 285 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരമാണ്. അതും വേണ്ട പൂർണ്ണമായിട്ടും മുങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ തൊട്ട് കിഴക്ക് പക്ഷേ നൂറുപുറ എന്ന് പറയുന്നൊരു പാടമുണ്ട്. ഒരു 30 ഏക്കറേ ഉള്ളൂ. അതും മട വീണ് ഇന്നലെ പോയി. ദിവസങ്ങൾ മാത്രമായിട്ട് ഉള്ളൂ വിതച്ചിട്ട്. ഇതിപ്പോ നമുക്ക് ഏകദേശം ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവില്ലേ? ഏകദേശം എത്ര രൂപ നമുക്ക് കണക്കാക്കുന്നത്? ഒരു ഏക്കറിൽ ഇപ്പോൾ ഒരു 15,000 രൂപയെങ്കിലും വെച്ച് ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഇപ്പം ഒരു ഏക്കറിൽ മാത്രം. കാരണം ഇപ്പം വിതയുടെ ആദ്യ ഭാഗമേ ആയുള്ളൂ, മറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 12 രൂപയിൽ കുറയാതെ. ഇത് കൂടുതലും ഞങ്ങൾ പാട്ടത്തിന് പിടിച്ച് കൃഷി ചെയ്യുന്ന ഇവിടുത്തെ കിടക്കുന്ന ആൾക്കാർ, അല്ലാതെ സ്വന്തം നിലക്കാർ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഈ പാടശേഖരം മട വീണ് പോയി. അതിൻ്റെ മുൻ വർഷവും മട വീണിരുന്നു. 1 രൂപ പോലും ഇന്നേ വരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ കൃഷിഭവനുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഇന്നലെ മഴ വീണപ്പോഴും ഞങ്ങൾ പറഞ്ഞാൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അവരന്നേരെ പറഞ്ഞു ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ അയച്ചു തരാൻ പറഞ്ഞ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നോക്കിയില്ല, ഫോട്ടോ വീഡിയോ വന്നില്ല. കാരണം വെച്ചാൽ വെള്ളം കൊണ്ട് അവർക്ക് വരാൻ വണ്ടി വരത്തില്ല. നഷ്ടം കണക്കാക്കി നോക്കുമ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാകുന്നുണ്ട് ഓരോ മേഖലയിലും കർഷകർക്ക് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്.